ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പം ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. വേപ്പില എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. കാർത്തിക് ശങ്കറാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കുറേ വർഷമായ ഷോർട്ട് ഫിലിമാണ്. ഐ തിങ്ക് 2017 ഇത് ഇറങ്ങിയത്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്നും അതിൻ്റെ ടെക്നീഷ്യന്മാരുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തത്. സോ അറൗണ്ട് 10 മിനിറ്റ്സിന് സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ ദൈർഘ്യം. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് വാച്ച്. എന്താ അമ്മേ, പുതിയ ഔഷധമാണോ? വേപ്പില കഷായം മോനെ. നടക്കട്ടെ നടക്കട്ടെ. വേപ്പില കഷായം. വേപ്പില എടാ നന്ദു, ക്ലാസ് പോട്ടെ. കേടായിട്ട് രണ്ട് കാഴ്ചയെ അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞാലോ. അച്ഛന് സമയമില്ല, മോനും സമയം. പുസ്തകം കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളുണ്ട്. ഇന്ന് ജോലിക്കൊന്നും പോന്നില്ലയാവോ? എന്ത് പറയാൻ. കാർത്തിക് ശങ്കരൻ. എനിക്കൊന്ന് ഒത്തിരി നാളായ ഷോർട്ട് ഫിലിമാണ്. അമ്മേ അമ്മേ ആ ഈ മുടി ഒന്ന് കെട്ടി തരുവോ? നോക്ക്, എനിക്ക് സമയം പോന്നിട്ടോ. എന്റെ ചക്കി, ഞാൻ ഇവിടെ ഒരു പണിയില്ല. നീ അതൊന്ന് ഒതുക്കി കെട്ടുമോളെ. 15 വയസ്സായി. ഇനി മുടി വെട്ട നമ്മൾ വേണം. അമ്മേ അമ്മേ നോക്ക്. ഹലോ, അത് വേറൊന്നുമല്ല, അത് അനിയത്തി ഫോൺ എടുത്തിട്ട് ഓടി ഓടി, പിന്നെ അവിടെ ബാക്കി തന്നെ ഓടി പിടിച്ചു വാങ്ങിയതാ. അത് ഒരു 15 മിനിറ്റ് അല്ല, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്താം. നീ വെക്ക്, ഞാൻ വരുവാ. ആ ശരി. കണ്ണാടിയൊക്കെ വെച്ചു. എന്താണ് പാറൂട്ടി രാവിലെ തന്നെ വേപ്പിലടിച്ച് പിടിയുന്നത്? ഒന്നുമില്ല മോനെ, ഞാനൊരു കഷായം ഉണ്ടാക്കുക. ആ ബെസ്റ്റ്. ഇനി കഷായത്തിന്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ചെന്ന് ഈ കഴിക്കുന്ന വേപ്പിലടിച്ച് കഷായം ഉണ്ടാക്കാൻ. ആ സമയത്ത് വല്ല രാമായണം വായിച്ചിരുന്നതായിരുന്നു. നീ അങ്ങനെയൊക്കെ പറയൂടാ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് വേപ്പില വന്നു. പുറമേ ചവർപ്പാണെങ്കിലും ഇത് ചതച്ചരച്ച് ശരീരത്തിനകത്തോട്ട് ചെന്നാല് ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമാണ്. അതുപോലെ നമ്മുടെ ബന്ധങ്ങളും. ചിലപ്പോ കയ്പായിട്ടൊക്കെ തോന്നും, എന്ന് കരുതി തുപ്പിക്കളയരുത്. അതെത്ര വലിയ ഔഷധമാണെന്ന് പിന്നീടേ നമുക്ക് മനസ്സിലാവുള്ളൂ. അമ്മയെ പോയിട്ട് വരെ. ഏട്ടാ എന്നെ ഒന്ന് സ്കൂളിലേക്ക് തരുവോ? ഇല്ലില്ല, നീ ഒറ്റയ്ക്കാൻ പോയാൽ മതി. നോക്കച്ചാ മോള് ബസ്സിൽ മുച്ചി, ഞാൻ പോയിട്ട് വരേ.
അതുപോലെ എനിക്ക് ക്ലാസ് കട്ട് ചെയ്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ടീച്ചേഴ്സിനൊക്കെ നല്ല ഡൗട്ട് ഉണ്ട്. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു കാണുന്നു. അത് ക്ലാസ് ഉറപ്പാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും. ഉം, ശരിക്കും എനിക്ക് എന്താണ് ഇവിടെ ഒരു ക്ലാസ്സിലെ ആരടിയൻ ചേട്ടാ പറയുന്നത് കേക്ക്. ചേട്ടാ പറയുന്നത് കേക്ക്. എന്നെ വിട്. വെടിയേറ്റ. ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കസിനാ. ചേട്ടാ എന്നെ ഒന്ന് വിട്. അപ്പൊ അവനോ? അതാരാ എനിക്കറിയില്ല. നിക്ക്. ചേട്ടാ ഏട്ടനേക്കാൾ എനിക്ക് വലുത് നീയാ. വാ പോ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടം. ആ വാ, ആലോചിക്കാതെ വാ. എന്റെ മകളത്ര നീയാ? എന്റെ മുന്നേറ്റ എന്നോട് ദേഷ്യം തോന്നല്ലേ? സ്വന്തം രീതിയെ മറ്റൊരുത്തും തരുന്നതാണ് ഒരാങ്ങളെ നോക്കിയിട്ടില്ല. ആ സ്നേഹങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തല്ലിയത്. കാരണം ഇവിടെ പോലെ എന്റെ വീട്ടിലും എനിക്കൊരു അനിയത്തി ഉണ്ട്. അച്ഛമ്മ പറഞ്ഞത് ശരിയായിരുന്നു. ചില ബന്ധങ്ങൾ തീമാണല്ലേ. നമുക്ക് കൈപ്പാട്ടൊക്കെ തോന്നും എന്നായിരുന്നു തുപ്പികളായിരുന്നു. അതെത്ര വലിയ ഔഷധമാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കും. ശബരിദാസ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അടിപൊളി കേട്ടോ. സൂപ്പർ. അടിപൊളി ഷോർട്ട് ഫിലിം കേട്ടോ. ഞാൻ കാർത്തികന്റെ ഒരുപാട് ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്താ കറക്റ്റ് തീമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ എന്ത് രസമുണ്ട്. ഈ കാർത്തികിന്റെ എല്ലാ ഷോർട്ട് ഫിലിംസും അടിപൊളിയാണ് അല്ലേ. എല്ലാ വർക്കുകളും സൂപ്പറാണ്. പക്ഷെ ഇത് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ എപ്പോഴാണ് കാണുന്നത്. അടിപൊളി. കാർത്തിക് ശങ്കർ ആയതുകൊണ്ട് മാത്രം കയറി കണ്ടത്, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനം. എന്താ പറയാനുള്ളത്? അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. വെറും 10 മിനിറ്റ് 48 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഷോർട്ട് ഫിലിം. എടുത്തു വെച്ചിരിക്കുന്ന രീതി കണ്ടില്ലേ? ഇത് ജനങ്ങൾക്ക് വേണ്ട സാധനം കൊടുക്കുക എന്ന് പറയുന്നതാണ്. കറക്റ്റ് അവർ ഉദ്ദേശിക്കുന്ന എന്താണോ ആ സാധനം കൊടുക്കുക. ആറ്റ്സ് ഓഫ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അടിപൊളി. അപ്പോ ഇവരുടെ ഒഫീഷ്യൽ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.